എന്താണ് കേറ്ററ്റ്? എങ്ങനെ തുടങ്ങണം? എന്തു പഠിക്കണം? നിങ്ങൾ വിഷമത്തിലാണോ? എങ്കിൽ ദാ ലിയാക് നിങ്ങൾക്കായി ഒരു വലിയ അവസരമൊരുക്കുന്നു. ലെറ്റ് ജോയിൻ വിത്ത് അസ്. എല്ലാവർക്കും ലിയാക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ലിയാക്കിന്റെ പ്രിൻസിപ്പൽ മിസ്സിസ് അനു ജെ നായരാണ്. ടീച്ചറെ, ഇപ്പം കേറ്ററ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു തലവേദന പോലെ ആയിരിക്കുകയാണ്. അതായത് 2027 സെപ്റ്റംബറോട് കൂടി കേറ്ററ്റ് എല്ലാവർക്കും നിർബന്ധമായി വേണം. അങ്ങനെ ടീച്ചേഴ്സ് ആകെ പെട്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ? സത്യത്തിൽ എല്ലാവരും പെട്ടെന്നൊരു അവസാനമാണ് ഇപ്പൊ വന്നേക്കുന്നത്. കാരണം ഇപ്പൊ ഒരു സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നു. അത് 2027 സെപ്റ്റംബറോട് കൂടി തന്നെ എല്ലാ അധ്യാപകരും ടെറ്റ് പാസ്സാവണം എന്നത്. അതായത് നമ്മൾ 2010 മുമ്പ് സർവീസിലുള്ള ടീച്ചേഴ്സും അതുപോലെ തന്നെ ഇനി സർവീസിലേക്ക് വരാൻ പോകുന്ന ടീച്ചേഴ്സായിട്ട് നിൽക്കുന്നവരും അതെല്ലാവരും തന്നെ ടെറ്റ് പാസ്സായിരിക്കണം. അത് കമ്പൽസറി ആയിട്ട് നമ്മളിപ്പോ നിയമമായിട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തില് എയ്ഡഡ് സർക്കാർ സ്കൂള് അവിടെ എല്ലാം ജോലി ചെയ്യുന്ന അധ്യാപകരെല്ലാം ഇനി ടെറ്റ് ക്വാളിഫൈഡ് ആയിരിക്കും. ഇപ്പം പലർക്കും ഉള്ള ഒരു ആശങ്കയാണ് ഇനി എങ്ങനെയാണ് ഇതിന്റെ കാറ്റഗറി. ഇപ്പൊ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ടീച്ചേഴ്സിനോട് ചോദിക്കാറുണ്ട്, ഞാൻ 1 എഴുതണോ, കാറ്റഗറി 2 എഴുതണോ? ശരിക്കും ഏത് കാറ്റഗറി, ഏത് ടീച്ചേഴ്സ് ആണ് എഴുതേണ്ടത്? അതിനെ പറ്റി ഒന്ന് വിശദമാക്കി പറയാമോ? ഓക്കെ, നമുക്ക് കാറ്റഗറി 4 കാറ്റഗറിയിലായിട്ടാണ് കേട്ടിട്ട് നമുക്ക് എക്സാം നടക്കുന്നത്. അതായത് 1 എന്ന് പറയുമ്പോൾ നമ്മൾ ലോവർ പ്രൈമറി അധ്യാപകരാണ് എഴുതുന്നത്. 2 എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പർ പ്രൈമറി വരുന്നുണ്ട്. 3 നമ്മൾ ഹൈസ്കൂൾ സെക്ഷൻ ടീച്ചേഴ്സ് ആണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ 4ാമത് വരുമ്പോൾ ലാംഗ്വേജ് ആണ്. അത് നമ്മുടെ ഹിന്ദി, അതുപോലെ തന്നെ ഉറുദു, അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ട് ക്രാഫ്റ്റ്, ആർട്ട് അങ്ങനെയുള്ള ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെയാണ് കാറ്റഗറി 4 എഴുതി പാസ്സാവേണ്ടത്. ഞങ്ങൾ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്നതൊക്കെ ഇതിന്റെ സിലബസ് എന്താണ്? അതെ, ഇപ്പം ഞാനിപ്പോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സിലബസ് ബേസ്ഡ് ആയിട്ട് തന്നെ പഠിക്കണമെന്നാണ്. കാരണം അതായത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പൊ നമ്മളായാലും ഒരു അന്തവും കുന്തവും ഇല്ലാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. അപ്പൊ നമ്മളൊരു സിലബസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ സിലബസ് അത് കൃത്യമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയണം. അപ്പൊ ഞങ്ങളുടെ സെന്ററിലേക്ക് വരുന്ന ടീച്ചേഴ്സിന് ആദ്യം ഞങ്ങൾ കൊടുക്കുന്ന സിലബസാണ്. ആ സിലബസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ പഠിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ PSC എക്സാം ഒക്കെ എഴുതുന്ന പോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതായത് നമ്മൾ ജനറൽ കാസ്റ്റിന് നമുക്ക് 90 മാർക്ക്, അതായത് 150 മാർക്കിന്റെ എക്സാം ആണ്. അതിൽ 90 മാർക്കോളം നമ്മൾ ജനറൽ എന്ന് വെച്ചാൽ 60%, 90 മാർക്ക് വേണം. അതുപോലെ അതർ കാസ്റ്റ്, OBC, SC, ST ഇവർക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു 82 മാർക്ക് നേടിയാൽ തന്നെ അവർക്ക് ടെറ്റ് പാസ്സാവാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു 90 മാർക്ക് എന്ന് പറയുമ്പോൾ അത്രത്തോളം ഇപ്പോഴത്തെ നമുക്കറിയാം ടീച്ചേഴ്സിന്റെ കണ്ടീഷൻ, ഹെൽത്ത്, അപ്പൊ അവര് അത്രയും മാർക്ക് നേടണമെങ്കിൽ അവർക്ക് എന്താണ് ലിയാക്ട് അതിനു വേണ്ടി ചെയ്യുന്നത്? അതെ, അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സിലബസ് ഓറിയന്റഡ് ആണ് ക്ലാസ്സുകൾ പോകുന്നതെന്ന്. അതിനാൽ തന്നെ നമുക്ക് ഷോർട്ട് ആയിട്ടുള്ള ഏരിയാസ് കൃത്യമായിട്ട് കണ്ടെത്താൻ പറ്റും. അതിൽ നിന്നും തീർച്ചയായും വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിലേക്ക് ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ എത്തിക്കാനായിട്ടും സാധിക്കും. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആണെങ്കിൽ അതിന് ഉത്തരം എഴുതണമെങ്കിൽ തന്നെ നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് തറമാകണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്താന്ന് പറയും. അപ്പൊ നമുക്കത് ഏത് ക്രമമാണെന്ന് അറിയണം. കാരണം നമുക്ക് പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം എന്നിങ്ങനെ 3 ഘട്ടങ്ങളുണ്ട്. അതിനാൽ തന്നെ ഈ 3 ഘട്ടങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആൻസറിലേക്ക് എത്താനും ആ 1 മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ ഇങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. കാരണം പഠിച്ച പാഠഭാഗങ്ങൾ തറമായിട്ട് അതിനകത്ത് 1 മാർക്ക് പോലും പോവാത്തക്ക രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിവിഷൻ ചെയ്ത് അവരെ നമ്മൾ തറമാക്കി, പിന്നെ കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യിച്ച് OMR ഷീറ്റിൽ തന്നെ നമ്മൾ ചെയ്യിച്ച് അത് കറക്റ്റ് ആക്കി അവർ ക്വാളിഫൈഡ് ആകുമെന്ന് പൂർണ്ണമായി ഉറപ്പുവരുത്തിയ ശേഷമാണ് നമ്മൾ അവരെ എക്സാം ഹാളിലേക്ക് വിടുന്നത്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. ഓരോ ദിവസവും പരീക്ഷയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലിയാക്റ്റിനോടൊപ്പം നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഞങ്ങളുടെ ഈ യാത്രയിലേക്ക് നിങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു.